എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ പാർവതി. ഞങ്ങൾ ഇന്നുള്ളത് തൃശ്ശൂരുള്ള മദീസ് ഹോസ്പിറ്റലിലാണ്. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നീ റീപ്ലേസ്മെന്റ് സർജറി എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് അങ്ങനെ എൻട്രി ഉണ്ടാവാറില്ല, പക്ഷെ എനിക്ക് പരിചയമുള്ള ഒരാൾക്കാണ് ഇവിടെ സർജറി നടക്കുന്നത്. സോ ഞാൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ സമ്മതപ്രകാരമാണ് നമ്മൾ ഇന്ന് സർജറി കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവാം. സോ ഇതാണ് ഡോക്ടർ ആന്റണി. സോ മോർ ദാൻ 600 സർജറീസ് ഡോക്ടർ ചെയ്തിട്ടുണ്ട്, നീ റീപ്ലേസ്മെന്റ് സർജറി. അപ്പോൾ ഡോക്ടർ നമുക്ക് സർജറി കയറാം, പക്ഷെ അതിന് വളരെ ഇമ്പോർട്ടന്റ് നമ്മൾ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അവിടെ മാത്രം നമ്മൾ നിൽക്കാം. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സർജറിക്ക് ശേഷം അത് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ സർജറി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പൊ പേഷ്യന്റിനെ ഐസിയിലോട്ടാണോ? സർജിക്കൽ ഐസിയിലേക്ക് മാറ്റി. ഇന്നൊരു ദിവസം ആ പേഷ്യന്റ് ഐസിയിലായിരിക്കും. ഓക്കെ, ഞാൻ പ്രൊസീജിയർ മൊത്തം കണ്ടു. അപ്പോ ശരിക്കും സർജറിന്റെ എക്സ്പീരിയൻസ് ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഡോക്ടർ എനിക്കൊരു പ്രൊസീജിയർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരും. ബേസിക്കലി അറിയേണ്ട ഒരു കാര്യം, മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് ആ പേഷ്യന്റ് ലോഡിങ് പ്രോപ്പർ അല്ല. നമുക്ക് ജനിച്ചിട്ട് കിട്ടുന്ന ആ അലൈൻമെന്റ് മാറി ഒന്നെങ്കിൽ ഉള്ളിലോട്ടോ പുറത്തോട്ടോ ആ ലോഡ് പോകുന്നു. നമ്മുടെ കസിൻ്റെ പേഷ്യന്റ് ഉള്ളിലോട്ട് വളഞ്ഞിരിക്കണം, ചിലവരുടെ പുറത്തോട്ട് വളഞ്ഞിട്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ അലൈൻമെന്റ് നോർമലാക്കി കൊടുക്കുന്നു. എങ്ങനെ നമുക്ക് നോർമലാക്കാം? 3 എല്ലുകളാണല്ലോ നമ്മുടെ മുട്ടിൻ്റെ ജോയിന്റിൽ വരുന്നത്. ആ 3 എല്ലിൻ്റെയും തേയ്മാനം വന്ന ഭാഗം മാറ്റിക്കളഞ്ഞ് അതിലൊരു ഇൻസേർട്ട് വെച്ച് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ മുട്ടിൻ്റെ വളവും മാറും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ലേഷനും മാറി അവർക്ക് വേദന ഇല്ലാണ്ട് നടക്കാവുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതാണ് മുട്ട് മാറ്റി വയ്ക്കൽ. ഓക്കെ, എന്ത് ലൈക്ക് എത്ര ടൈം എടുക്കും ഇത് ആഫ്റ്റർ സർജറി കഴിഞ്ഞിട്ട് ആൾക്ക് പ്രോപ്പർ ആയിട്ട് നടന്ന് ആ ഒരു ഇതിന് എത്ര ടൈം? ബാക്ക് ടു റൂട്ടീൻ എന്ന് പറയുന്ന ഒരു ജനറലൈസ്ഡ് തിങ്ങാണ്. പല പേഷ്യൻസിനും പല രീതിയിലായിരിക്കും. ഇപ്പൊ ഈ പേഷ്യന്റിനൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് നടത്തിക്കാൻ പറ്റും, ബാത്റൂമിൽ പോകാൻ പറ്റും, മുട്ട ഓൾറെഡി നല്ല 90 to 100 ഡിഗ്രി മടക്കാൻ പറ്റും. 3rd ഡേ തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഇപ്പൊ എന്റെ റിലേറ്റീവ് ഉൾപ്പെടെ എല്ലാവർക്കും ഒരു ഫോബിയ ഉണ്ട്, സർജറി ചെയ്യാന്നുള്ളത് ഒരു ഫോബിയ. ഇപ്പൊ നീ റീപ്ലേസ്മെന്റ് ആകുമ്പോൾ നടക്കുന്ന കാര്യവും അങ്ങനെ കുറെ ടെൻഷൻസ് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോ ഈ ഒരു ഫോബിയ മാറ്റാൻ എന്താണ്? ഈ പേഷ്യന്റിനുള്ള പേടിയൊക്കെ ബേസിക്കലി ഒരു തേർഡ് പാർട്ടി പോലെയാണ്. ആ പുറത്തുള്ള ആൾക്കാരാണ് പേഷ്യന്റിനെ പേടിപ്പിക്കണേ. ഇതിൽ ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയുന്നത്, നിങ്ങളുടെ നീഡാണ്. 3 കാര്യങ്ങളാണുള്ളത്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല, വെറുതെ ഇരിക്കുമ്പോഴുള്ളൊരു വേദന, പിന്നെ അവർക്ക് സർജറിയേ മാർഗമുള്ളൂ, അവർ സർജറിയിലേക്ക് എത്തും. അത് നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല. സർജറി ചെയ്യുമ്പോഴുള്ള വേദന ഉണ്ടാവുമോ, ഞാൻ കിടന്നു പോവോ, അല്ലെങ്കിൽ അവർ കിടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സർജറിയുടെ കൂടെ കിട്ടുന്ന എല്ലാം ബോണസാണ് അവർക്ക്. അത് നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടർ പേഷ്യൻറ്റിനോട് പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത്, എന്തൊക്കെയായിരിക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി കൊടുക്കലാണ് ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇന്ന ആൾക്കാരാണ് സർജറി ചെയ്യേണ്ടതെന്നുള്ളത്, പക്ഷെ ഒരു ലാഗ് വരും, പേടിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ ഫിനാൻസ് ആവും, അങ്ങനെ എന്തെങ്കിലും ഇതിലൊരു ലാഗ് വരും. അപ്പൊ അത് അഫക്ട് ചെയ്യില്ലേ? ലാഗിന്റെ 2 പ്രശ്നങ്ങളുള്ളത്, ഒന്ന് ഈ പേടിയാണ്, രണ്ടാമത് ഫിനാൻസ് ആണ്. ഈ പൈസേന്റെ വലിയൊരു പ്രോബ്ലം കാരണം ഇപ്പൊ തന്നെ നിങ്ങളുടെ കസിൻ തന്നെ 2.5 കൊല്ലമായി സർജറിന്റെ പിന്നാലെ നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ പൈസ അറേഞ്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേടി എന്ന് പറയുന്നത് പേഷ്യന്റിനേക്കാളും കൂടുതൽ ഒപ്പമുള്ളവർ പറഞ്ഞുണ്ടാക്കുന്ന പേടിയാണ്. പേടിയും ഈ പൈസയും തന്നെ ഒന്ന് ക്ലിയർ ആക്കി തന്നെ സർജറിയിലേക്കുള്ള പ്രശ്നം മാറി. അത് സർജറി അഫക്ട് ചെയ്യും ഈ ഒരു ലാഗ് വരുന്നത്? 2.5 കൊല്ലം അവരുടെ ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റ് ആയി പോയി. ഇപ്പൊ ഒരു വളഞ്ഞ മുട്ട് നമ്മൾ 2 കൊല്ലം 2.5 കൊല്ലം ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെയും വളയും. ആ വളയിൽ മാത്രമല്ല അവർ വീഴാനുള്ള സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട്. സരസ്വതി അമ്മ എന്ന പേഷ്യൻ്റ്, ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞ് സർജറിക്ക് ഡേറ്റ് കൊടുത്തതാണ്. പക്ഷെ അവർ എൻ്റെ അടുത്ത് പിന്നെ വന്ന് ഇടുപ്പല്ലിൽ ഒടിഞ്ഞിട്ടാണ്. കാരണം മുട്ട് വളഞ്ഞിട്ടുള്ളൊരു പേഷ്യൻ്റ് നടക്കുമ്പോൾ ലോഡ് മൊത്തം ഇടുപ്പല്ലിലേക്ക് പോകും. അവർ വീണ് ഇടുപ്പല്ലിൽ ഒടിഞ്ഞു. അവരുടെ കാലിപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണം. ഞാൻ ഇടുപ്പല്ലിൻ്റെ സർജറിയാണ് ചെയ്തത്. അപ്പം ഒരിക്കലും ഒരു ഡോക്ടർ കണ്ടിട്ട് സർജറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിലേ ആക്കണേൽ അർത്ഥമില്ല. പ്രൊസീജിയറിന് മുമ്പേ ഡോക്ടർ എനിക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഇംപ്ലാന്റ് എന്നൊരു ടേം പറഞ്ഞു. അപ്പം എന്റെ കൂടെ വന്ന ആൾക്കാരും ഇംപ്ലാന്റിന്റെ വേർഡ് അവർക്ക് ഫെമിലിയർ അല്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു സംഭവമാണ്, അങ്ങനെ ഒരു ഐഡിയ വന്നു.
അപ്പൊ ഡോക്ടർ എന്താണ് ഇംപ്ലാന്റ് എന്നുള്ളത് ഒരു കോമൺ ഓഡിയൻസിന് മനസ്സിലാവുന്ന പോലെ ഒന്ന് പറഞ്ഞുതരോ? ഇംപ്ലാന്റ് നമ്മൾ മുട്ട് മാറ്റി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എന്താണ് മുട്ട് തേയ്മാനം? എല്ലും തമ്മിൽ കൂട്ടിമുട്ടി വരുന്ന അവസ്ഥയാണ് തേയ്മാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ മുട്ടിയിരിക്കുന്ന ഭാഗം നമ്മൾ ഷേവ് ചെയ്ത് കളഞ്ഞ് അതിനെ നമ്മൾ റീസർഫസ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ പിന്നെയും എല്ലും തമ്മിലാണല്ലോ കൂട്ടിമുട്ട. ഈ എല്ലും തമ്മിൽ കൂട്ടിമുട്ടാണ്ട് അതിന് വേണ്ടിയുള്ള ഒരു സ്റ്റീൽ ടു സ്റ്റീലിന്റെ ഉള്ളിൽ ഒരു ഇൻസേർട്ട് വെച്ച് കൊടുക്കുന്നു. അതിനാണ് ബ്രോഡ്ലി നമ്മൾ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഡോക്ടർ, ഇപ്പൊ ഈ പേഷ്യന്റിന് യൂസ് ചെയ്ത ഇംപ്ലാന്റ് ഏതായിരുന്നു? ഇതിപ്പോൾ നമ്മൾ ജർമ്മൻ കമ്പനിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ, ഫോറിൻ കുറേ അങ്ങനത്തെ ഒരു സംസാരങ്ങളുണ്ട്. സർജനാണ് തീരുമാനിക്കേണ്ടത് ഏത് ഇംപ്ലാന്റ് ആണ് വേണ്ടത്. ആ പേഷ്യൻറ്റിന് നല്ല ഇംപ്ലാന്റ്, ആ സർജൻ ഏതിലാണ് നന്നായി ട്രെയിൻഡ് ആയിരിക്കുന്നത്, ആ സർജൻ്റെ കോൺഫിഡൻസ് ഏതിലാണോ അതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ചില പേഷ്യൻസ് ഒക്കെ എവിടെന്നോ ഗൂഗിളിൽ നോക്കിയിട്ട് എനിക്ക് ആ ഇംപ്ലാന്റ് വേണം. ഇതൊരിക്കലും ഒരു പേഷ്യൻ്റ് പറഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു ഇംപ്ലാന്റോ അങ്ങനെയല്ല. ഒരു പേഷ്യൻറ്റിന് ദ്രോഹം വരുന്ന ഒരു ഇംപ്ലാന്റ് ഞാൻ ഉപയോഗിക്കില്ല. കാരണം അത് എൻ്റെ പേരിന് തന്നെയാണ് മോശം വരുന്നത്. നമ്മൾ ആ പേഷ്യൻറ്റിന് ആവശ്യമുള്ള ഇംപ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യും. ഡോക്ടർ സർജറി ഒക്കെ കണ്ടിട്ട് ബ്രെയിൻ നല്ലോണം ഫ്രീസ് ആയി, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നത്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഇംപ്ലാന്റിനെ പറ്റിയൊക്കെ സംസാരിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോ ഇവിടെ ഞങ്ങൾ സർജറിയുടെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കുറവ് റേറ്റിൽ നീ റീപ്ലേസ്മെന്റ് സർജറി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് മാത്രം ആവരുത്, അതും ഒരു ഫാക്ടറാണ്. നമ്മൾ നല്ല ക്വാളിറ്റി കെയറും കൂടി കൊടുക്കണം. നമ്മൾ റേറ്റ് കുറഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ ക്വാളിറ്റിക്ക് മോശം വരുത്തുന്നില്ല. ഇല്ല, അതെന്തായാലും ചെക്ക് ചെയ്തിട്ടല്ല, ഡോക്ടറുടെ എക്സ്പീരിയൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ എന്റെ മെയിൻ ഇത് ഞാൻ പറഞ്ഞതേ. റേറ്റ് വലിയൊരു ഫാക്ടറാണ്. ഇപ്പൊ ഡോക്ടർ, ഇപ്പൊ ഈ ഒരു ഇംപ്ലാന്റിന്റെ കാര്യങ്ങൾ ഇതെല്ലാം വന്നിട്ടും നമുക്ക് ആകെ സർജറിക്ക് വളരെ ചെറിയ റേറ്റേ വന്നിട്ടുള്ളൂ കമ്പയർഡ് ടു ഞങ്ങൾ അന്വേഷിച്ച ബാക്കി പല സ്ഥലങ്ങളിൽ നിന്നും. ബേസിക്കലി നമ്മൾ ഒരു 3 കൊല്ലം മുമ്പ് ചലനം എന്ന് പറഞ്ഞൊരു സ്കീം ചെയ്തിരുന്നു. ആ സ്കീമിൽ കൂടിയാണ് നമ്മൾ ഈ ലോ റേറ്റിൽ ഹൈ ക്വാളിറ്റി ഇംപ്ലാന്റ് വെച്ചിട്ടുള്ള ഒരു സർജറി എന്നുള്ളൊരു സ്കീം വന്നത്. നമ്മളത് വോളിയം ബേസ്ഡ് പർച്ചേസ് ആണ്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു വോളിയം ബേസ്ഡ് പർച്ചേസ് വരുമ്പോൾ തന്നെ നമുക്ക് റേറ്റ് പലതിലും കുറയ്ക്കാം. പിന്നെ സർജൻസ് ആയാലും അനസ്തീഷ്യ ആയാലും ഹോസ്പിറ്റലുകളും കൂടി 3 കൂടി ഒരുമിച്ച് കൂട്ടുമ്പോൾ പേഷ്യന്റിന് വരുന്ന ടോട്ടൽ എമൗണ്ട് ഭയങ്കരമായിട്ട് കുറയും. ചലനം സ്കീമിനെ പറ്റി ഒന്ന്. ചലനം സ്കീം എന്ന് പറയുന്നത് നമ്മുടെ ലയൺസ് ക്ലബ് തൃശ്ശൂരും മദർ ഹോസ്പിറ്റൽ തൃശ്ശൂരും കൂടി ജോയിൻ ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ്. പുവർ പേഷ്യൻസിന്, നല്ല അവർക്ക് ഒരു രീതിയിലും ഫിനാൻഷ്യലി സർജറി ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്കീമാണ്. ഇതിപ്പോ ഞങ്ങൾക്ക് 2 മുട്ടിന്റെയും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു മുട്ടിനാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ എമൗണ്ട് 1.5-ഉം 2 2.5 ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഹോസ്പിറ്റൽസ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പൊ ലൈക്ക് വൈ ഇങ്ങനെ ഒരു സ്കീം? ബാക്കി ഹോസ്പിറ്റല് ഞങ്ങൾ വലുത് അവർ ചെറുത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ വോളിയം ബേസ്ഡ് പ്രാക്ടീസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേഷ്യൻസിന് മുട്ടുമാറ്റി വയ്ക്കൽ, അഫോർഡബിൾ റേറ്റിൽ, ഗുഡ് ക്വാളിറ്റി കെയർ. അതിനുവേണ്ടി തന്നെ തുടങ്ങിയിരിക്കുന്ന ഒരു സ്കീമാണ് ഈ ചലനം. ഇപ്പം അമ്മേനെ തന്നെ ആ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ സർജറി ചെയ്തിരിക്കുന്നത്. ലയൺസ് ക്ലബ് തൃശ്ശൂരിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. അത് എന്നിലൂടെ മദർ ഹോസ്പിറ്റലിലൂടെ നമ്മളത് പേഷ്യൻസിന് ചെയ്തു കൊടുക്കും. ഇപ്പൊ സർജറി വരെ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. അപ്പൊ സർജറിക്ക് മുമ്പ് നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന സാധനമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊരു പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന പ്രിവെൻഷൻ എന്ന വേർഡിനേക്കാൾ ഇമ്പോർട്ടന്റ് ഓർത്തോയിൽ പ്രിസർവേഷൻ ആണ്. നമ്മുടെ ജോയിന്റിനെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡ്സ്. നമുക്ക് നമ്മുടെ ദൈവം തരുന്ന ജോയിന്റ് ആണ് ഏറ്റവും നല്ലത്. അത് എത്ര വലിയ ഇംപ്ലാന്റ് ഉപയോഗിച്ചാലും അതിൻ്റെ അത്ര എത്തില്ല. അപ്പോൾ ആ ജോയിന്റിനെ നമ്മൾ എങ്ങനെ പ്രിസർവ് ചെയ്യുന്നു? ഒരുപാട് മൊഡാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാവർക്കും അറിയേണ്ടതാണ് PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്നത്. നമ്മൾക്കൊരു ഇഞ്ചക്ഷനാണ്. ഈ എല്ലാവരും ഈ PRPന്റെ പിന്നാലെയാണ് പോകുന്നത്. PRPനേക്കാൾ ഉപരി നമ്മൾ ജോയിന്റിലേക്ക് കൊടുക്കുന്ന ഒരു സപ്ലിമെന്റേഷൻ, അത് ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ PRP ചെയ്യുന്നവരുണ്ട്, വിസ്കസ് സപ്ലിമെന്റേഷൻ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഗ്രോത്ത് ഫാക്ടർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഉപയോഗിക്കുന്നത് PRP എന്ന് പറഞ്ഞാണ്. അത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ തന്നെ ബ്ലഡ് എടുത്ത് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു മെഷീനും ചേമ്പറും ഉണ്ടാവും. ആ മെഷീനിൽ കൂടെ നല്ലതായിട്ടുള്ള അതിൻ്റെ പ്യുവറസ്റ്റ് ഫോം ഓഫ് ഫ്ലൂയിഡ് കിട്ടും. ആ ഫ്ലൂയിഡാണ് നമ്മൾ മുട്ടിലേക്ക് കൊടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അതിലൂടെ നമ്മുടെ തരുണാസ്ഥിനെ റീജനറേറ്റ് ചെയ്യാൻ പുതിയ തരുണാസ്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർട്ടിലേജ് ഉണ്ടല്ലോ. ഇപ്പൊ എല്ലും തമ്മിൽ കൂട്ടിമുട്ടാണ്ടിരിക്കാൻ വേണ്ടി ദൈവം തരുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് കാർട്ടിലേജ്. ഈ കാർട്ടിലേജ് തേഞ്ഞു വരുന്നത് തന്നെയാണ് തേയ്മാനം എന്ന് പറയുന്നത്. ഈ കാർട്ടിലേജിനെ റീജനറേറ്റ് ചെയ്യാൻ PRP സഹായിക്കും. ഏജ് ഗ്രൂപ്പ് ഉണ്ടോ? തേയ്മാനം നമുക്ക് ഏത് ഏജിലും വരാം. 20 വയസ്സിലും വരാം, 40-ലും വരാം, 60-ലും വരാം. അത് ഏത് സ്റ്റേജിലാന്ന് കണ്ടുപിടിച്ച് ആ സ്റ്റേജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കലാണ് ഇമ്പോർട്ടന്റ്. സിംറ്റംസ് ഒക്കെ വരില്ലേ? സിംറ്റംസ് എന്ന് പറയുമ്പോൾ സ്റ്റേജ് 1 എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പെട്ടെന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴുള്ള വേദന, കുറെ നേരം കാറിലിരിക്കുമ്പോഴേക്കും മുട്ടിന്റെ അവിടെ വരുന്നു. ആന്റീരിയർ നീ ജോയിന്റ് എന്ന് പറയും, മുട്ടിന്റെ മുൻവശത്തേക്ക് വരുന്നത്. ചിലവർക്ക് ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു വീഴ്ചയ്ക്ക് ശേഷം വരുന്നുണ്ട്. അതിന് പോസ്റ്റ് ട്രോമാറ്റിക് എന്ന് പറയും. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഈ ഗ്രേഡ് 4 ഒക്കെ ആകുമ്പോഴേക്കാണ് അവർക്ക് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നു,
രാത്രിയിൽ തന്നെ എപ്പോഴും പെയിൻ, റെസ്റ്റ്, വെറുതെ ഇരിക്കുമ്പോൾ വരെ തന്നെ വേദന, അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അത് റെസ്ട്രിക്ട് ചെയ്യുമ്പോഴാണ് ഈ മുട്ട് മാറ്റി വയ്ക്കലിലേക്ക് നമ്മൾ പോകുന്നത്. ഡോക്ടർ PRP അത് വേറൊരു ടൈം കൂടി പറഞ്ഞില്ലേ? അന്ന് പറഞ്ഞ ഒരു സർജറിനെ കുറിച്ചാണ്. ആ സർജറിന്റെ പേരാണ് ITBL ഓസ്റ്റിയോട്ടമി. നമ്മൾ ഈ മുട്ടെന്ന് പറഞ്ഞ 3 കമ്പാർട്ട്മെന്റ് ആണ്. ഈ 3 കമ്പാർട്ട്മെന്റും ഒരേപോലെ തേഞ്ഞു പോയാൽ മാത്രമേ നമ്മൾ മുട്ട് മാറ്റി വയ്ക്കലിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു കമ്പാർട്ട്മെന്റ് മാത്രം തേഞ്ഞ് ആ ഭാഗത്തേക്ക് ഒരു വളവ് വരുമ്പോൾ തന്നെ നമ്മൾ ആ സമയത്ത് ആ പേഷ്യൻറ്റിനെ ക്യാച്ച് ചെയ്താൽ ആ സമയത്ത് തന്നെ നമുക്ക് പേഷ്യൻ്റെ അലൈൻമെന്റ് പ്രോപ്പർ ആക്കാം. അതൊരു പ്ലേറ്റും സ്ക്രൂവും വെച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നമുക്ക് മുട്ട് മാറ്റി വയ്ക്കലിൽ നിന്ന് ഇത് നമുക്ക് രക്ഷിക്കാൻ പറ്റും. മുട്ടിന്റെ ലോഡ് ഒരു സൈഡിലേക്ക് ചെരിയണമെന്ന് വെക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് ആ കമ്പാർട്ട്മെന്റ് ശരിയാക്കി നേരെയാക്കിയാൽ, അങ്ങനെ ചെയ്താലുള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ആ പേഷ്യന്റിനെ മുട്ട് മാറ്റി വയ്ക്കലിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞങ്ങൾ തന്നെ ഡോക്ടറെ കാണാനുള്ള കാരണം ഈ ഒരു ചലനത്തിനെ പറ്റിയൊക്കെ കേട്ടറിഞ്ഞത് തന്നെ എനിക്ക് റെഫറൻസ് കിട്ടിയിട്ടാണ്. അപ്പൊ അവര് ഞങ്ങളോട് ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യവും ഡോക്ടറിനെ എപ്പോ വേണമെങ്കിലും വിളിക്കാൻ പറ്റും, ആ ഒരു അപ്രോച്ചിന് ഒരു കംഫർട്ട് തന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പം ഏജ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരാൾക്കാണല്ലോ ഇപ്പൊ നമ്മൾ സർജറി ചെയ്തത്, ആൾക്കും ഒരു കംഫർട്ട് കിട്ടണം. അപ്പൊ അത് ഡോക്ടർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. തീർച്ചയായിട്ടും ഈ അപ്രോച്ചബിലിറ്റി വലിയൊരു ഫാക്ടറാണ്. ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ സർജറി ചെയ്താൽ ഒരു 50% ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഓപ്പ് പീരീഡ് ഉണ്ട്. അവർക്ക് ഒരു 100 കൂട്ടം സംശയങ്ങളുണ്ടാവും ഡിസ്ചാർജ് ആയി പോയതിന് ശേഷം. അപ്പോൾ അത് മനസ്സിൽ വെച്ച് അത് കോംപ്ലിക്കേറ്റഡ് ആവണേക്കാളും നല്ലത് ഏത് സമയത്തും ഏത് പാതിരാത്രിക്കും ഓപ്പറേറ്റിംഗ് സർജനായി എന്നെ തന്നെ വിളിച്ചാൽ എനിക്കും ടെൻഷനില്ല, അവരിലേക്കും ടെൻഷനില്ല. അത് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പൊ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ സർജറി ഒക്കെ കാണുന്നതിനൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ഇത് വരാതിരിക്കാൻ നമ്മൾ ഹെൽത്തി ആയിട്ട് ഒന്ന് മുന്നോട്ട് പോകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു ബോഡി ഹ്യൂമൻ നേച്ചർ അനുസരിച്ച് ഒരു 45-50 വരെയാണുള്ളത്. ഒരു 55 വയസ്സൊക്കെ ആകുമ്പോഴേക്കും, പണ്ട് കേട്ടിട്ടില്ല 55 വയസ്സിൽ റിട്ടയർ ആവണം. ഇപ്പം അതില്ല. ഇപ്പോഴത്തെ മെഡിക്കൽ നോളജും കാര്യങ്ങളും കാരണം പിന്നെയും പോവും. പക്ഷെ അപ്പം നമ്മുടെ ബോഡിക്കും വെയർ ആൻഡ് ടയർ വരുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ വെയർ ആൻഡ് ടയറിന്റെ ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകണം. അപ്പം അതിനേക്കാളും മുമ്പ് തന്നെ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ്, വെയിറ്റ് റിഡക്ഷൻ കറക്റ്റായിട്ട് പിടിക്കുക, മസിലിന് വേണ്ടിയുള്ള സ്ട്രെങ്തനിങ്ങൾ കൊടുക്കുക, എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു തുടങ്ങിയാൽ തന്നെ പ്രോപ്പർ ട്രീറ്റ്മെന്റ്, പ്രോപ്പർ ഞാൻ എല്ലാവരോടും പറയുന്നത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുക, ആ ഡയഗ്നോസിസിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡോക്ടറുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ പുറത്തൊരാൾക്ക് ഞങ്ങൾക്ക് ഡോക്ടറെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അവൈലബിലിറ്റി ഒന്ന് അറിയണമായിരുന്നു. വർക്ക് ചെയ്യുന്ന OP ടൈം അങ്ങനത്തെ കാര്യങ്ങളൊന്ന് പറയാമോ? ഞാൻ എല്ലാ ദിവസവും തൃശ്ശൂർ മദർ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്, Monday to Saturday. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ എറണാകുളത്തും അവൈലബിൾ ആയിരിക്കും. സൺറൈസ് ഹോസ്പിറ്റലും ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലും എന്ന് പറഞ്ഞാൽ 2 ഹോസ്പിറ്റലുകൾ എറണാകുളത്തുണ്ട്. ആ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് എറണാകുളത്തുള്ളത്. Monday to Sunday തൃശ്ശൂരിൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. എനിവേസ് ഡോക്ടർ ഇപ്പൊ ഇത്രയും ടൈം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒരു എൻക്വയറിക്ക് വേണ്ടി വന്നതാണ്, പക്ഷെ ഇത്രയും ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. അപ്പോൾ താങ്ക് യു ഡോക്ടർ. ഒത്തിരി ഇൻഫർമേഷൻസ് കിട്ടി, അതേപോലെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.